സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, ടെലിവിഷനിലൂടെയും മൊബൈൽ ഫോണിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മേൽ കരുണയും കൃപയുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ദൈവം ആഗ്രഹിക്കുന്ന മാത്രം എൻ്റെ നാവിലൂടെ, എൻ്റെ അതരങ്ങളിലൂടെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാതുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചിന്തയുടെയും ബുദ്ധിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജനം അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജനത്തിനോട് പങ്കുവയ്ക്കുവാനും അത് കേൾക്കുന്നവർക്ക് അത് തനതായ രീതിയിൽ മനസ്സിലാക്കാനുള്ള കൃപ നൽകുന്നതിനെ ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വേളാങ്കണ്ണിയിലെ ധ്യാനം നടക്കുന്ന സമയത്ത് ധ്യാന ശുശ്രൂഷയുടെ ഭാഗമായ അവസാനം കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേക ധ്യാനം പെന്തക്കോസ്ത തിരുനാളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നടക്കുകയാണ്. കൈവച്ച് പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന മിക്ക ആളുകളും അവരുടെ ബോധം നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ പ്രജ്ഞയറ്റതുപോലെ അവരെ വീഴുകയും മയങ്ങിപ്പോവുകയും ചിലരെ വിളിച്ചിട്ട് പോലും എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പലർക്കും ഭയപ്പെടുകയും ഇതെന്താ സംഭവിക്കുന്നത് എന്ന് ഒരു സംശയം ചിലരുടെ ഇടയിലുണ്ടായി. ചില ആളുകൾ വിമർശന ബുദ്ധിയോടുകൂടി പറഞ്ഞു, രാജൻ ബ്രദർ തള്ളിയിട്ടതാണ്, വീണതല്ല വീഴ്ത്തിയതാണ്, പിന്നെ തൃശ്ശൂക്കാരുടെ ശൈലിയിൽ ഉന്തിയിട്ടതാണ്. ഇങ്ങനെ പല വിമർശനങ്ങളും വന്നു. തുടർന്ന് ഈ വിമർശനങ്ങൾ വന്ന സമയത്ത് ധ്യാനം ശുശ്രൂഷകളൊക്കെ അവസാനിച്ചെങ്കിലും എല്ലാവരെയും ഒരിക്കൽ കൂടി വിളിച്ചു ചേർത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു, എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് പലർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞത്. അതുവരെ പലർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അന്ന് മുതലേ ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത ആളുകൾ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ് എൻ്റെ അടുത്ത്, ഇതെന്താണെന്നൊന്ന് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്കത് മനസ്സിലാക്കാൻ സൗകര്യമായിരിക്കും. അതുകൊണ്ട് നമുക്കിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളെ വെളിപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട്, യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഞാൻ പിതാവിനോട് ആവശ്യപ്പെടുകയും സഹായകനായ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് കടന്നു വന്ന സമയത്ത് അത് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുസ്മരിപ്പിക്കും. അതുപോലെ തന്നെ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തികളെല്ലാം ചെയ്യുവാൻ, അതിനേക്കാൾ വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ജോഷുവയോട് മോശ പറഞ്ഞതുപോലെ ശക്തനും ധീരനുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭയം നീങ്ങിപ്പോയി ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ശക്തിയും ധീരതയും പരിശുദ്ധാത്മാവ് നൽകും. അതുകൊണ്ട് തന്നെ യേശു, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നിശ്വസിച്ചു. ആ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഊതിയതിന് ശേഷം യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ മാർക്കോസിൻ്റെ മാളിക മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിനരാത്രങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിന് ശേഷം യേശു അവരെ ഓർമ്മപ്പെടുത്തി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ട് പോകരുത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന നിർദ്ദേശം, ഉപദേശവും കൽപ്പന യേശു കൊടുത്തു. യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം 120 ശിഷ്യന്മാർ മാർക്കോസിൻ്റെ മാളിക മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. 10-ാമത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം അവർ കേട്ടു. അവരായിരിക്കുന്ന ഭവനത്തിൽ കാറ്റ് വന്ന് നിറഞ്ഞു. അവരുടെ ഓരോരുത്തരുടെയും ശിരസിന് മുകളിൽ അഗ്നി പോലുള്ള പിളർന്ന നാവുകൾ അഗ്നിരൂപത്തിൽ അവരുടെ ശിരസിൻ്റെ മുകളിൽ മേൽ വന്ന് നിന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അവർ അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതിന് ശേഷം പത്രോസ് ഇറങ്ങി വന്ന് ജനത്തിനോട് സംസാരിച്ചു.
3000-ലധികം ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ദൈവജനത്തിനോട് പത്രോസ് 10 മിനിറ്റോളം വരുന്ന ഒരു കുഞ്ഞു പ്രസംഗം നടത്തുന്നു. 3000-ലധികം ആളുകൾ മാനസാന്തരപ്പെടുന്നു. ആ മാനസാന്തരപ്പെട്ട ആളുകൾ സഭയോട് ചേരുന്നു. അവർ സഭയെ ഒന്നായിട്ട് കൂട്ടായ പ്രവർത്തനത്തോടെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സുവിശേഷം വായിച്ച ആളുകൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ധ്യാന ശുശ്രൂഷകളുടെ അവസാനവും കൈവച്ച്, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. വൈദികർ പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ശുശ്രൂഷ നടക്കുന്ന സമയത്ത് കൗൺസിലേഴ്സ് പ്രാർത്ഥിക്കുന്നു. ഇല്ലപ്പോൾ ചില സമയത്ത് കുട്ടികളുടെയൊക്കെ ധ്യാനം നടക്കുന്ന സമയത്ത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു, സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ, ഓർമ്മശക്തി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ തന്നെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥന കേന്ദ്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകൾ, ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളോട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി യേശു തന്നെ കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പോൾ യേശു കരങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ കരങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ പലയിടങ്ങളിലും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ബൈബിളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരെങ്കിലും വീണതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സുവിശേഷത്തിൻ്റെ വചനാടിസ്ഥാനത്തിലല്ല എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. നമ്മളിപ്പോൾ പ്രായോഗികമായിട്ട് എന്താണ് കണ്ടുവരുന്നത് എന്നുള്ളത് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തിൽ പല ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് കാതറിൻ കൂൾമാൻ എന്ന് പറയുന്ന സഹോദരി കാനഡ കേന്ദ്രീകരിച്ച്, ബെന്നി ഹിൻ കാനഡയിലും അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹോദരൻ, ജർമ്മനിയിലും നൈജീരിയയിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റീനാഡ് ബോങ്കെ, കൊറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോൾ യോങ്കിച്ചോ തുടങ്ങിയ കത്തോലിക്ക സഭയുമായി ബന്ധമില്ലാത്ത വേർപെട്ട ക്രിസ്തീയ സഭകളിൽപ്പെട്ട ആളുകളുടെ ശുശ്രൂഷകളിലെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മൾ കാണാറുണ്ട്. കത്തോലിക്ക സഭയിൽ നമ്മളിത് കാണാറുണ്ട്. അമേരിക്കയിലുള്ള പഴയ കത്തോലിക്ക പുരോഹിതനായ ഫ്രാൻസിസ് മക്നോട്ടൻ്റെ ശുശ്രൂഷകളിലും അത് തുടങ്ങി വിവിധ വൈദികർ നടത്തുന്ന ശുശ്രൂഷകളിലെല്ലാം ഈ ദൈവ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത്? വിമർശനങ്ങളും അനുകൂലമായ വാദങ്ങളും കടന്നു വന്ന സമയത്ത് മാർപ്പാപ്പയുടെ കീഴിലുള്ള ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അവർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് രേഖപ്പെടുത്തുവാനായിട്ട് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള തിരുസംഘം, കർദിനാൾമാരുടെ തിരുസംഘം ചുമതലപ്പെടുത്തി. അവർ അതിനെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിന് വിവിധ രൂപത്തിലുള്ള ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ക്രോഡീകരിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് ചുമതലപ്പെടുത്തി. അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി 8ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത നാളുകളിൽ മിക്കവാറും ഒരു 90 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്നു. അല്ലെങ്കിൽ ആ മാമോദീസ മുങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പിന്നീട് 10, 11, 12 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നു. നന്മയും തിന്മയും, പുണ്യവും പാപവും ഒക്കെ വേർതിരിച്ചറിയുന്ന സമയമാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഒരു കുമ്പസാരം നടത്തുന്നു. കുമ്പസാരം വഴി പാപമോചനം നേടുന്നു. അതിനുശേഷം യേശുവിനെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും വാങ്ങി ഭക്ഷിക്കുകയും വാങ്ങി പാനം ചെയ്യുകയും ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പാപമുള്ള സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം സ്ഥൈര്യലേപനം എന്ന ശുശ്രൂഷ, ഇംഗ്ലീഷിൽ അതിനെ കൺഫർമേഷൻ എന്നാണ് പറയുന്നത്, സ്ഥിരീകരിക്കുകയാണ്. മാർപ്പാപ്പയോ ബിഷപ്പ് ചുമതലപ്പെടുത്തിയ വൈദികരോ, ചിലപ്പോൾ വികാരിയച്ഛന്മാരോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ നേരിട്ട് വന്നോ ഈ സ്ഥൈര്യലേപന ശുശ്രൂഷ ദേവാലയങ്ങളിൽ നടത്തി കൊടുക്കുന്നു. ഇപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കം സംഭവിക്കുന്നു. യേശുവിനെ ശരീരമായും രക്തമായും
വാങ്ങി സ്വീകരിച്ച് ഭക്ഷിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കം വീണ്ടും സംഭവിക്കുന്നു. അതിനുശേഷം സഭ സ്ഥൈര്യലേപനം എന്ന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ അനുദിനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അല്ല നൽകുന്നത്. പല ആളുകളുടെയും വിചാരം പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് ശുശ്രൂഷകൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നാണ് പലരും പറയുന്നത്. പരിശുദ്ധാത്മാവിനെ അല്ല കിട്ടുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ പ്രവർത്തനം വെളിപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുവാനാണ് ഈ ശുശ്രൂഷ കടന്നു വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാനുഷികമായിട്ട് ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയെ പ്രദാനം ചെയ്യുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അഭിഷേക പകർച്ചയാണ് സംഭവിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരോ അൽമായ സഹോദരങ്ങളോ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിൻബലവും തിരുവചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ആവർത്തിക്കുകയും തിരുവചനാടിസ്ഥാനത്തിൽ ജീവിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന സമയത്ത് അവരാർജിച്ചെടുക്കുന്ന ആത്മീയ ശക്തി നമ്മളിലേക്ക് കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മളിലേക്ക് ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയല്ല സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചയാണ് സംഭവിക്കുന്നത്. ധ്യാനം നടക്കുന്ന സമയത്ത് ചില ആളുകളെ കാണുമ്പോൾ തന്നെ ചിലർക്ക് വെളിപാടിൻ്റെ വരമുണ്ടെന്ന് നമ്മൾ സ്റ്റേജിൽ നിന്നിട്ട് തന്നെ പറയുന്നു. ചില ആളുകൾക്ക് വചനപ്രഘോഷണത്തിൻ്റെ വരമുണ്ടെന്ന് പറയുന്നു. ചില ആളുകൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരമുണ്ടെന്ന് പറയുന്നു. ചില ആൾക്ക് ഗാനശുശ്രൂഷയ്ക്കുള്ള വരമുണ്ടെന്ന് പറയുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവ് ശുശ്രൂഷകന് കൊടുക്കുന്ന വെളിപാടാണ്. ആ വെളിപാടും ദർശനങ്ങളും പറയുകയും അത് കേൾക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന ആളിലൂടെ ഈ ശുശ്രൂഷ വെളിപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചയാണ് സംഭവിക്കുന്നത്. ഇതിനെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് പഠനം നടത്തിയ ആളുകൾ ഇതിനെ ഇങ്ങനെയാണ് പറയുന്നത്: ഇംപാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ച. അപ്പോൾ അഭിഷേകത്തിൻ്റെ പകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങൾ ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുവാനുള്ള ഒരു പ്രവൃത്തി ഈ അഭിഷേക പകർച്ചയിലൂടെ സംഭവിക്കുകയാണ്. നമുക്ക് തൃശ്ശൂരിലുള്ള ആളുകൾക്ക് തൃശ്ശൂർ പൂരം, വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ പടക്കവും ഡൈനയും മറ്റ് ആയുധങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ വലിയ സ്ഫോടക ശക്തി ഉണ്ടെങ്കിലും ഒരു തീപ്പെട്ടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റർ ഉപയോഗിച്ചോ ഇതിനകത്ത് തീ കൊടുത്തു കഴിയുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഇതിനുള്ളിൽ ഇത്രയും വലിയ ശക്തി ഉണ്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ ശക്തിയെ ഈ അഭിഷേക പകർച്ചയ്ക്ക് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വെളിപ്പെടുന്നു. പലതരം കഴിവുകൾ പലർക്കുമായി വെളിപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിച്ച ചില ആളുകളെ കുറിച്ച് എന്ന് പറയാം. ജോൺസൺ എന്ന് പറഞ്ഞിട്ട് മൂന്നാർ എന്നൊരു സഹോദരൻ ഞങ്ങളുടെ കൂടെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് കടന്നു വന്നിരുന്നു. ഗോവയിൽ ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൗൺസിലേഴ്സിന് പ്രത്യേകമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല. വചനപ്രഘോഷണത്തിനായി 2 പേരും, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരാൾ, ഗാന ശുശ്രൂഷയ്ക്ക് ഒരാൾ, ആകെ 4 പേരാണ് വന്നത്. ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ഈ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാൻ വന്നിരിക്കുന്ന 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള മൂന്നാർ സ്വദേശിയായ ജോൺസൺ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ കൗൺസിലിങ്ങിന് ഇരിക്കാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ കൗൺസിലിങ്ങിന് ഇരുന്നിട്ട് ഞാൻ ഈ വരുന്ന ആളുകളോട് എന്താ പറയുക? മാത്രമല്ല, ഈ വരുന്ന ആളുകൾ ഇംഗ്ലീഷ്, കൊങ്കണി, പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ധ്യാനത്തിന് വന്നിരിക്കുന്നത്. ഞങ്ങൾ അവരോട് ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കൗൺസിലിംഗ് വന്ന സമയത്ത് ഈ സഹോദരൻ ജോൺസനും മലയാളം മാത്രമേ അറിയുള്ളൂ, വേറൊരു ഭാഷ അറിയില്ല. പക്ഷേ കൗൺസിലിങ്ങിന് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ആളുകൾ വന്ന് അവരവരുടെ ഭാഷയിൽ പറയുന്നു. ഇദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിലും ആംഗ്യ ഭാഷയിലും അവരോട് പറയുന്നു. പക്ഷെ വന്ന ആളുകൾക്ക് അത് ഈ സഹോദരൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇദ്ദേഹം മലയാളത്തിൽ പറയുന്നത് അവർക്ക് താങ്കളുടെ ഭാഷകളിൽ മനസ്സിലാവുന്ന തരത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനിത് പറഞ്ഞത്, അഭിഷേകം കടന്നു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകളുണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ള സമയത്ത് അത് പുറത്തു വരികയും ചെയ്യും. നമ്മുടെ കൂടെ സഹോദരൻ വിജയനുണ്ട്. ഹിന്ദു മതവിശ്വാസിയായിരുന്നു. പിന്നീട് യേശുവിനെ അറിഞ്ഞു. അദ്ദേഹം ഗാനമേളകളിലൊക്കെ കോറസ് പാടാനൊക്കെ വരുന്ന സഹോദരനാണ്. പിന്നീട് നമ്മുടെ കൂടെ വന്നു.
നമ്മൾ ഈ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം മലയാളത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. പിന്നീട് സംഗീതമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും സാധാരണ ഒരു പരിശീലനം വഴി പാട്ടുകൾ കോറസൊക്കെ പാടാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് പല പാട്ടുകളും ട്യൂൺ ചെയ്തു. ഇന്ന് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച 100-ലധികം പാട്ടുകൾ വിവിധ ചാനലിലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എഴുതിയിട്ടുള്ള 12-ലധികം പാട്ടുകൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയും യൂട്യൂബിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഷാലോമിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് ഒരുപാട് പാട്ടുകൾ കിടക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഗീത സംവിധാനം ചെയ്യുവാനുള്ള കൃപ ദൈവം കൊടുത്തു. ജോൺസന് കൗൺസിലിങ്ങിനുള്ള കൃപ കൊടുത്തു. ഇതുപോലുള്ള കൃപകൾ എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ സംഭവിക്കുകയാണ്. ഇതിനെയാണ് പറയുന്ന പേരാണ് ഇമ്പാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതിപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയത്തോ ദൈവഹിതപ്രകാരം എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. എങ്കിലും സാധാരണഗതിയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിക്കും. പലവിധ കൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ ആളുകളിലൂടെ ഇതുവരെ വെളിപ്പെടാത്ത ആളുകൾക്ക് വെളിപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, തീവ്രമായ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ തിരികെ വരാം. കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾ വീഴുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സഭ ഇതിനെക്കുറിച്ച് പഠിച്ച് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഹിബിഷനൊന്നും ഇല്ലാതെ മറ്റുള്ളവർ കാണുവോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കരങ്ങളെ കൊട്ടി പാടി പ്രാർത്ഥിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കുന്നു. ഈ ചിന്തയോടുകൂടി നിന്ന് ഗാനശുശ്രൂഷകളോടൊപ്പം പാടുകയും നമ്മൾ നമ്മുടെ സാധാരണഗതിയിലുള്ള ചിന്താമണ്ഡലത്തിൽ നിന്ന് പുറത്തു കൊടുന്നുകൊണ്ട് ഒരു ദൈവികമായ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഉയർത്തുന്ന സമയത്ത് ചില ആളുകൾ അറിയാതെ അവർ ശരീരം കുഴയുന്ന പോലെ തോന്നുകയും ചില ആളുകൾ ആരും കൈവയ്ക്കാതെ തന്നെ ചില ആളുകൾ വീണു പോവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ തല ചുറ്റുന്ന പോലെ ചെയ്യുന്നു. തല ചുറ്റുന്ന പോലെ തോന്നി വീഴാതിരിക്കാൻ അവർ തന്നെ സ്വയം ഇരിക്കുകയോ അല്ലെങ്കിൽ അറിയാതെ വീണു പോവുകയോ ചെയ്യുന്നു. ഇങ്ങനെ വീണു പോകുന്നതിന് സാധാരണഗതിയിൽ പറയുന്ന പേരാണ് ഫാളിങ് ഇൻ സ്പിരിറ്റ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആദ്യം പറഞ്ഞത് ഇമ്പാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, ഇപ്പോൾ പറയുന്നു ഫാളിങ് ഇൻ സ്പിരിറ്റ്. ആരും പ്രാർത്ഥിക്കുന്നില്ല, ആരും തൊടുന്നില്ല, അവർ സ്വയം ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് ശരീരത്തിലെ മാനുഷികമായ ശക്തി കുറഞ്ഞു പോവുകയും ദൈവശക്തിയുടെ വ്യാപാരം അവരുടെ ഉള്ളിൽ വെളിപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അവരെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്നു. ഇതിൻ്റെ ഒരു മാതൃക കൂടി ആണ് അവർ ഇതിനെ പറയുന്നു നമ്മൾ ഫാളിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത് വേറൊരു വിഷയം കടന്നു വരുന്നത്, ചില സമയത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. ആ പാടി സ്തുതിച്ച് ആരാധിച്ച് കഴിഞ്ഞ ശേഷം ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആരെങ്കിലും വന്ന് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ശരീരം കുഴയുന്ന പോലെ തോന്നുന്നു. ഈ വ്യക്തി വീഴുന്നു. ആ വീഴുന്ന വ്യക്തി കുറച്ച് സമയം ആത്മീയമായ ഒരു മയക്കത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് ജോയൽ പ്രവചന പുസ്തകത്തിൽ പറയുന്ന പോലെ അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളും ദാസീദാസന്മാർക്ക് ദർശനങ്ങളും യുവാക്കൾക്ക് ഒക്കെ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു പോകുന്ന ജോയൽ പ്രവചന പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 27, 28 തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ വീഴുകയും ആ വീഴുന്ന വ്യക്തികൾ മയങ്ങിപ്പോവുകയും ഭൗമികമായ ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവുകയും ആത്മീയമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ കടന്നു പോകുന്ന സാധാരണഗതിയിൽ 5 മുതൽ 7 മിനിറ്റ് വരെ ഈ ആളുകൾ ഇങ്ങനെ മയങ്ങിക്കിടക്കുകയും ഇത് കഴിഞ്ഞ് അവർ വീണ്ടും എഴുന്നേറ്റ് വരികയും അവർ വലിയ ഒരു ആത്മീയമായ സന്തോഷം അവർക്ക് ഇതിനു മുൻപ് അവരനുഭവിക്കാത്തൊരു സന്തോഷം അനുഭവിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഇമ്പാർട്ടേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ശുശ്രൂഷയിൽ സംഭവിക്കുന്നു. 2, ഫാളിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സമയത്ത് അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിക്കുന്നു. അവരറിയാതെ വീണു പോകുന്നു. ആ വീഴുന്ന ആളുകൾ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വീണ്ടും അവർ നൃത്തം ചെയ്യുകയും കൈകട്ടിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യും. 2, റെസ്റ്റിംഗ് ഇൻ സ്പിരിറ്റ്. അവർ പാടുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെട്ട പോലെ അപ്പൂപ്പൻ താടി കാറ്റിലടിച്ച് പറക്കുന്ന പോലെ, പഞ്ഞി പറക്കുന്ന പോലെ, പറക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നു. അത് ഒരു ആത്മീയമായ ദിവ്യാനുഭൂതിയിലേക്ക് കടന്നു വരുന്നു. ആ അനുഭൂതിയിൽ നിൽക്കുന്ന സമയത്ത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ വീണു പോകുന്നു.
5 മുതൽ 7 മിനിറ്റ് വരെ ഒരുപക്ഷെ മയങ്ങി കിടക്കുന്നു, ആത്മീയമായ മയക്കത്തിലാവുന്നു. ആ സമയത്ത് സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ കാണുകയും മനസ്സിനേറ്റ മുറിവുകൾക്ക് വലിയ സൗഖ്യം കിട്ടുകയും ചില സമയങ്ങളിലൊക്കെ ശാരീരികമായ സൗഖ്യം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത് ഒരു പ്രക്രിയ നമ്മൾ കാണുന്നതാണ്. അതിനെ സ്പിരിച്വൽ സ്ലംബർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയമായ ഗാഠനിദ്ര എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആദം ഹൗവ ദമ്പതികളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. ആദം ഏകനായിരുന്നു, അതുകൊണ്ട് ആദത്തിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ദൈവം ആദത്തിൻ്റെ വാരിയെല്ലെടുത്ത് ഹൗവയെ സൃഷ്ടിച്ചു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയും നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ആദം ഗാഠനിദ്രയിൽ ആയതുപോലെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, എബ്രഹാം ഗാഠനിദ്രയിലാവുന്നു, യാക്കോബ് ഗാഠനിദ്രയിലാവുന്നു, മോസസ് ഗാഠനിദ്രയിലാവുന്നു, ഏലിയ ഗാഠനിദ്രയിലാവുന്നു, ഏശയ പ്രവാചകൻ ഗാഠനിദ്രയിലാവുന്നു, എസക്കിയേൽ ഗാഠനിദ്രയിലാവുന്നു, ദാനിയേൽ പ്രവാചകൻ ഗാഠനിദ്രയിലാവുന്നു, യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഇതുപോലെ ഗാഠനിദ്രയിൽ ആഴ്ന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ പലപ്പോഴും ദൈവാത്മാവ് ഇവരോട് സംസാരിക്കുകയും, യെശയ്യാ പ്രവാചകൻ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ആര് പോകും എനിക്ക്, ഞാൻ പോകും എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ ഗാഠനിദ്രയിലാവുന്ന സമയത്ത് യോഹന്നാൻ ദർശനങ്ങൾ കാണുന്നു, 7 വിളക്കുകൾ, 7 പുസ്തക ചുരുളുകൾ, 7 സഭകൾ, 7 സഭകൾക്കുള്ള സന്ദേശം, യേശു വെള്ളോടിൻ്റെ പോലുള്ള മുടിയും മാറത്ത് പൊൻകച്ച അണിഞ്ഞുകൊണ്ട് യേശുവിനെ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ആഴമായ ഒരു ആത്മീയമായ മയക്കത്തിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്ത് ഭൗതികമായ ചിന്തകളൊക്കെ വിട്ടുപോകുന്നു. ഭൂമിയും ഭൂമിയിലുള്ള സ്വത്തും വകകളെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ലാതെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയമായ ചിന്തകൾ, ദൈവികമായ ദർശനങ്ങൾ, വിശുദ്ധന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെ കാണുവാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്യും. ഇതിനെയാണ് ഈ ആത്മീയമായ ഗാഠനിദ്ര എന്ന് പറയുന്നത്. നേരത്തെയുള്ള അവസ്ഥ ഒരു മയക്കമാണെങ്കിൽ ഇത് തട്ടി ഏൽപ്പിച്ചാൽ പോലും എഴുന്നേൽക്കാതെ പല ആളുകളും 3 മണിക്കൂറും 4 മണിക്കൂറും, അല്ലെങ്കിൽ ചില ആളുകൾ രാത്രി കടന്നു ഇങ്ങനെ ആത്മീയ മയക്കത്തിൽ പോയ ആളുകൾ പലരും രാവിലെയാണ് എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. ഈ ആത്മീയമായ മയക്കത്തിലേക്ക് ജനം കടന്നു പോകും. ഇനി നാലാമത്തെ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ആ നാലാമത്തെ അവസ്ഥ അതിനെ നമ്മൾ പറയുന്നത് സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്നാണ് പറഞ്ഞത്. ഇതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നൊരു പദപ്രയോഗം, സ്ലേയിങ് ഇൻ സ്പിരിറ്റ്. സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലേ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം വാളുപയോഗിച്ച് കഴുത്ത് വെട്ടിക്കളയുന്നതിനാണ് സ്ലേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവ് വചനമാകുന്ന വാളുകൊണ്ട് ഒരാളുടെ കഴുത്തിനെ വെട്ടിമാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം അംഗീകരിക്കാത്ത വ്യക്തി, സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയുടെ അവരെ ചില സമയത്ത് ശാസനകളും ശിക്ഷകളുടെയും ശിക്ഷണത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് പറയുന്നത്, യോനയുടെ അടുത്ത് നിനവേയിൽ പോയി സുവിശേഷം അറിയിക്കാൻ പറയുന്നു. യോന താർഷീസിലേക്ക് പോകുന്നു, കപ്പലേറി പോകുന്നു, കപ്പലിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, കപ്പലിലുള്ള ആളുകളൊക്കെ അവരെ താങ്കളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യോന മാത്രം കിടന്നുറങ്ങുന്നു. പിന്നീട് കപ്പിത്താൻ വന്ന് യോനയെ വിളിച്ചേൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, പ്രശ്നമൊക്കെ തീരെ എന്നെ എടുത്ത് കടലിട്ടോളാൻ പറഞ്ഞു. ആ കടലിട്ട സമയത്ത് ഒരു വലിയ തിമിംഗലം വന്ന് യോനയെ വിഴുങ്ങുന്നു. സാധാരണഗതിയിൽ അതോടുകൂടി ആൾ മരിച്ചു പോകണം. എന്നാൽ നമ്മൾ കാണുന്നു, യോനയെ നിനവേൽ കൊണ്ട് മീൻ തുപ്പിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറുതലിച്ച യോനയെ അനുസരണശീലം ഉള്ളവനാക്കി മാറ്റി. ഈ പ്രക്രിയയാണ് ഈ സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് എളുപ്പത്തിൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവകൽപ്പനകൾ അനുസരിക്കാത്ത, സഭയെ അനുസരിക്കാത്ത, മാതാപിതാക്കളെ അനുസരിക്കാത്ത, അധികാരികളെ അനുസരിക്കാത്ത ഒരു വിമത സ്വഭാവം, മറുതലിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദൈവശക്തി അവരെ കീഴ്പ്പെടുത്തുകയും അനുസരണത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ ഇതേ അനുഭവമാണ്. പൗലോസ് കുതിരപ്പുറത്ത് പോകുന്നു, ദമാസ്കസിലേക്ക് കടന്നു പോകുന്നു, യേശുനാമം പ്രഘോഷിക്കുന്ന ആളുകളെ ബന്ധനസ്ഥനാക്കി ശിക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആ സമയത്താണ് ഒരു വെളിച്ചം വന്ന് പൗലോസിൻ്റെ മേൽ വന്നടിക്കുന്നത്. ആ വെളിച്ചം അടിച്ചു, പൗലോസ് കുതിരപ്പുറത്തുനിന്ന് വീണ വഴിക്ക് ചോദിച്ചു, നീ ആരാണെന്നാണ് ചോദിച്ചത്. കാരണം പൗലോസിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ അങ്ങനെ ആർക്കും കുതിരപ്പുറത്തുനിന്ന് തട്ടിയിടാനായിട്ട് പറ്റത്തില്ല. എന്നെ അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവിക ശക്തിയാണ്, അത് ഏത് ശക്തിയാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ക്രിസ്തു അതിന് മറുപടി കൊടുക്കും, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. വ്യക്തികളെയാണ് പീഡിപ്പിച്ചത്, പക്ഷേ ക്രിസ്തു പറയുന്നത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പൗലോസിന് മറുപടി കൊടുക്കുന്നു.
പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആളുകൾ കൈ പിടിച്ചുകൊണ്ട് ഋജുവേദി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിലുള്ള ഒരു ഭവനത്തിൽ കൊണ്ട് പൗലോസ് പോയി താമസിക്കുന്നു. അനന്യാസ് എന്ന ദൈവപുരുഷനോട് ദൈവാത്മാവ് കടന്നു വന്ന് പറയുന്നു പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്ത് അനന്യാസ് പറഞ്ഞു, ഞാൻ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അവൻ സഭയെ പീഡിപ്പിക്കുന്നതിനാണ്. പക്ഷെ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ അനന്യാസ് കടന്നു ചെല്ലുകയും പൗലോസിൻ്റെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് 3 ദിവസം ഇരുട്ടിലായിരുന്ന പൗലോസിൻ്റെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് ചിതമ്പലുകൾ പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച വീണ്ടും കിട്ടുകയും തുടർന്ന് അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായി മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുതലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന യോനയെ, മറുതലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന പൗലോസിനെ ദൈവത്തെ കീഴ്പ്പെടുന്നവരായി മാറ്റി. പത്രോസ് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് പറയുന്ന പത്രോസ് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നു. എന്നാൽ പിന്നീട് മീൻ പിടിക്കാൻ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ പുറപ്പെട്ട ആളുകൾ യേശുവിൻ്റെ മരണശേഷം മത്സ്യബന്ധനത്തിനായി കടന്നു പോകുന്നു. അവരെ തിരികെ വിളിച്ച് വീണ്ടും ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ മറുതലിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ ARBRC വികാരി അച്ഛന്മാരെ കുറ്റം പറയുന്നു, സിസ്റ്റേഴ്സിനെ കുറ്റം പറയുന്നു, ബിഷപ്പിനെ കുറ്റം പറയുന്നു, മാർപ്പാപ്പയെ കുറ്റം പറയുന്നു, സഭയെ കുറ്റം പറയുന്നു, സഭാ സംവിധാനങ്ങളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത, തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന നിഷേധി സ്വഭാവമുള്ള ആളുകളെ അവരൊരു ധ്യാനത്തിലൊക്കെ കടന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. വചനം കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി ഇരിക്കും, കേട്ടൊന്നും അവർ തലയിൽ കയറില്ല. ഇത്തരം ആളുകളെ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇടുത്തടിച്ച പോലെ വീഴുന്നു. ഈ വാഴക്കൊല വെട്ടിയെടുത്തതിന് ശേഷം പിണ്ടി വെട്ടിക്കളയുമ്പോൾ വീഴുന്ന ജാതി പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു. സ്വാഭാവികമായിട്ടും ധ്യാനമന്ദിരത്തിൽ ഇത് അവർക്കൊരു അനുഭവം ഉള്ളതായതുകൊണ്ട് വീഴുന്ന ആളുകളുടെ കൈയും കാലും ഒന്നും കോൺക്രീറ്റ് തറയിൽ വീണ് കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും തല നിലത്തടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വിമത സ്വഭാവമുള്ള, മറുതലിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ ആത്മീയ മണ്ഡലത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക. അവരെ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരു 360 ഡിഗ്രി യൂടേൺ എന്നൊക്കെ പറയുന്ന മതി, പണ്ട് അവർ സഞ്ചരിച്ച വഴികളിൽ നിന്ന് നേരെ വിപരീതമായ രേഖകളിലേക്ക് പോവുകയും പിന്നീട് അവർ നല്ല ഭക്തിയോടുകൂടി ജീവിക്കുകയും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുകയും ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ പല ആളുകൾക്കും ഈ ഗാഠനിദ്രയിലൊക്കെ ആവുന്ന സമയത്ത് മാനസികമായ രോഗപീഠകൾ ഉള്ള ആളുകൾക്ക് മാനസിക രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകളുടെ ശരീരത്തിലൊക്കെ ചില മുഴകളൊക്കെ കാണുന്നു, ഞെക്കുമ്പോൾ വേദനയൊന്നുമില്ല, ഡോക്ടറെ കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുന്നു. അത് സാധാരണ രീതിയിൽ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ നെഗറ്റീവായിട്ടുള്ള കെമിക്കലുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും അടിഞ്ഞുകൂടുന്നതാണ്. കഠിനമായ കോപം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്കാണ് ഈ രോഗപീഠകൾ കാണുന്നത്. അവരെ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുകയും ക്ഷമിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് തിന്മ ചെയ്തത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുകയും മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ വരുന്നതാണ്. അതായത് മാനസികമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു, ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു, നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നു, തിന്മയായിട്ടുള്ളത് പലതും ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നു. ധ്യാനം കൂടിയിട്ട് എങ്ങനെയാണ് ആളുകൾ മദ്യപാനം നിർത്തുന്നത്, ധ്യാനം കൂടിയിട്ട് എങ്ങനെയാണ് ഡ്രഗ്സ് കഴിക്കുന്നത് നിർത്തുന്നത്, ധ്യാനം കൂടിയിട്ട് എങ്ങനെയാണ് പുകവലിയിൽ നിന്ന് മോചനം കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യമായും ധാർമ്മികമായ തിന്മകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ആളുകളും അതിൽ നിന്ന് പിന്മാറുന്നു. വ്യർത്ഥ ഭാഷണത്തിൽ നിന്ന് പലരും പിന്മാറുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ അമിതമായ താല്പര്യം കാണിക്കുന്ന ആൾ അതിൽ നിന്നൊക്കെ മാറി കുടുംബത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒരു പുതിയ സൃഷ്ടിയാവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷകളുടെ കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന പോലെ കഴിഞ്ഞതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നതാണ് പരമപ്രധാനം. നിക്കോദമോസ് എന്ന മഹാപണ്ഡിതനായ മനുഷ്യൻ യേശുവിൻ്റെ മുൻപിൽ ചെന്ന് കടന്നു ചെല്ലുന്നു. യേശുവിനോട് പറയുന്നു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നൊരു ഗുരുവാണ് ഞങ്ങൾ അറിയുന്നു, ദൈവം കൂടെ നീ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സമയത്ത് യേശു നൽകുന്നൊരു മറുപടിയുണ്ട്, ജലത്താലും ആത്മാവിലും നീ വീണ്ടും ജനിക്കുന്നെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഉടനെ നിക്കോദമോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെയാണ് സാധിക്കുക, എങ്ങനെയാണ് വീണ്ടും ജനനം സംഭവിക്കുക? വീണ്ടും ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ നിക്കോദമോസ് മഹാപണ്ഡിതനാണ് ചിന്തിച്ചത് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് വീണ്ടും ഒരു ജനനം സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ചിന്തിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞത് അതൊന്നുമല്ല പറഞ്ഞത്, മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ്,
കാറ്റെവിടെ നിന്ന് വരുന്നു, കാറ്റെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ കാറ്റ് അനുഭവപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്ന വ്യക്തി എപ്പോഴാണ് ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത് അറിയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഒരു സ്വാഭാവികമായിട്ടും മാതാപിതാക്കളിൽ നിന്ന്, മാംസത്തിൽ നിന്ന്, ജഡിക ആഗ്രഹങ്ങളിൽ നിന്ന് ജനിച്ച വ്യക്തി ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോഴാണ് സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യമായി വരുന്നത്. ഈ ഒരു ആത്മീയ അഭിഷേകത്തിലേക്കാണ് പരിശുദ്ധാത്മാഭിഷേക ധ്യാനങ്ങൾ നടക്കുന്ന സമയത്ത്, കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പകർച്ച സംഭവിക്കുന്നത്. 2, ഈ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ മാനുഷികമായ ശക്തി ക്ഷയിച്ച് ഇല്ലാതെയാവുന്നു. ദൈവശക്തി നമ്മളിൽ ബലപ്പെടുകയും, ദൈവശക്തി ഒരു കോപ്പർ കേബിളിനകത്തൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ആത്മാവിൽ വീണ്ടും ജനിച്ച വ്യക്തി പ്രാർത്ഥന വഴി, തപസ് വഴി, ഉപവാസം വഴി, വചനപഠനം വഴി, വചനധ്യാനം വഴി, വചനപ്രഘോഷണം വഴി ആർജിച്ചെടുത്ത ആത്മീയ ശക്തി കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ചാനലായി പ്രാർത്ഥിക്കുന്ന വ്യക്തി മാറുന്നു. ആ ചാനലിലൂടെ നമുക്ക് ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും ഒരു ദൈവിക ജീവനും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഈ ശുശ്രൂഷയിൽ നടക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കുക. ഞാൻ എൻ്റെ ഫ്രീ ടൈം ആണെങ്കിൽ ഫോൺ എടുക്കുകയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ അതിനുള്ള മറുപടി നൽകുകയും ചെയ്യും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.